തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ മലപ്പട്ടം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അടിച്ചേരി റോഡിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം മലപ്പട്ടം പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി MC രാഘവൻ ഉദ്ഘാടനം ചെയ്തു. TK സുലേഖ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ K മനോജ് അധ്യക്ഷത വഹിച്ചു. TP ലക്ഷ്മണൻ, K സാജൻ, A പുരുഷോത്തമൻ, E ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഞ്ചായത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വർഷം ഈ ആഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ ഫണ്ട് ലഭിച്ചാൽ എങ്ങനെയാണ് മാർച്ച് 31 ആകുമ്പോഴേക്കും അത് നടപ്പിലാക്കാൻ, അത് ആ ഫണ്ട് പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുക? വെറുതെ ആർക്കെങ്കിലും പണം വാരിക്കോരി കൊടുത്താൽ പോരല്ലോ. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കണ്ടേ? ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വേണ്ടേ വികസന പ്രവർത്തനം നടത്താൻ? നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഓർമ്മിക്കുന്നുണ്ടാവും, 1 കിലോമീറ്റർ പോലും ടാറിംഗ് റോഡ് ഇല്ലാത്ത ഒരു പഞ്ചായത്തായിരുന്നു മലപ്പട്ടം പഞ്ചായത്ത്. ആ മലപ്പട്ടം പഞ്ചായത്തിൽ ഇന്ന് ടാറിംഗ് റോഡ് ഇല്ലാത്ത ഒരു മുക്കും മൂലയും ഇല്ലാത്ത രീതിയിൽ ഈ പഞ്ചായത്തിലാകെ ഇന്ന് കാണുന്ന വികസനം വന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും വന്നതിന് ശേഷമാണ്. എല്ലാ പ്രധാനപ്പെട്ട റോഡുകളും ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഈ പ്രധാനപ്പെട്ട മയ്യിൽ ശ്രീകണ്ഠപുരം റോഡും കണിയാർവയൽ അതുപോലെ മയ്യിൽ റോഡും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ റോഡുകളും പഞ്ചായത്ത് റോഡുകളല്ലേ. ആ റോഡുകൾക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചതും അതിന് ടെക്നിക്കൽ സാങ്കേതിക അതുപോലെ സാമ്പത്തിക അനുമതി കൊടുത്തതും അതെല്ലാം കൃത്യമായി നിർവഹണം നടത്തിയതും പഞ്ചായത്തുകളല്ലേ. അങ്ങനെ നടത്തിയത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് നേടിയിട്ടുള്ള ഈ വികസനം നമുക്ക് ഈ പഞ്ചായത്തിൽ നേടാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ VD സതീശൻ അടുത്ത മാസമോ അതിനടുത്ത മാസമോ ഈ പഞ്ചായത്തിന്റെ ഫണ്ട് ഇവിടെ നൽകിയാൽ എങ്ങനെ ആ ഫണ്ട് നമുക്ക് കൃത്യമായി എക്സ്പെൻഡിച്ചർ ആക്കാൻ സാധിക്കും? എങ്ങനെ നാട്ടിൽ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കും? സഖാവ് ബാലഗോപാലൻ ഈ വർഷത്തെ സാമ്പത്തിക ബഡ്ജറ്റ് ആദ്യം അവതരിപ്പിച്ചപ്പോൾ 10,250 കോടിയോളം രൂപയാണ് പഞ്ചായത്തുകൾക്ക് വേണ്ടി നീക്കിവെച്ചത്. 10,250 കോടി ഉറുപ്പിക. അതിന്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിന്റെ അതല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ 40% തുക പഞ്ചായത്തുകൾക്ക് നൽകണം എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ റെക്കമെൻഡേഷൻ. ഇപ്പൊ നിങ്ങൾ ഓർമ്മിക്കില്ല, മുമ്പ് കാലത്ത് ഗവൺമെന്റ് എങ്ങനെയാ ഫണ്ട് ചെലവഴിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് 10-28ഓളം വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഫണ്ട് നീക്കിവെക്കും. ആ ഫണ്ട് നീക്കിവെച്ചാൽ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഫണ്ട് കൊടുക്കും. ആ ഫണ്ട് അവരെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞാൽ പലപ്പോഴും അന്ന് പറഞ്ഞത് 100 ഉറുപ്പിക നീക്കിവെച്ചാൽ 14 പൈസയാണ് അതിന്റെ ഗുണഭോക്താവിന്റെ കയ്യിലെത്തുക. ആ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ അത് നാട്ടിലൊരു വികസനവും വരുത്തുന്നില്ല എന്ന് കണ്ടതിനെ തുടർന്നിട്ടാണ് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയത്. ആ അധികാര വികേന്ദ്രീകരണത്തോടൊപ്പം കേരളത്തിൽ ജനകീയ ആസൂത്രണവും നടപ്പിലാക്കി അന്നത്തെ നായനാർ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. 95-2000 ആ ഗവൺമെന്റ്